സനാതനധർമ്മം ഉന്മൂലനം ചെയ്യാൻ ആഹ്വാനം ചെയ്തുള്ള വിവാദ പരാമർശത്തിൽ ഇപ്പോൾ തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് കടുത്ത വിമർശനമാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു മന്ത്രിയാണെന്നും ഒരു പരാമർശം നടത്തുമ്പോൾ അതിന്റെ അനന്തരഫലങ്ങൾ അറിഞ്ഞിരിക്കണമെന്നും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിക്കുകയുണ്ടായി. ഇതുകൂടാതെ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ദുരുപയോഗം ചെയ്തതിന് ശേഷം എന്തിനാണ് സുപ്രീം കോടതിയെ സമീപിച്ചതെന്നും കോടതി ചോദിക്കുകയുണ്ടായി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a), 25 എന്നിവ പ്രകാരം ഉദയനിധി സ്റ്റാലിൻ തന്റെ അവകാശങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള അവകാശം വിനിയോഗിക്കുകയാണോ? നിങ്ങൾ പറഞ്ഞതിന്റെ അനന്തരഫലങ്ങൾ അറിയാമോ? നിങ്ങൾ ഒരു സാധാരണക്കാരനല്ല, ഒരു മന്ത്രിയാണ്. അനന്തരഫലങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുമായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ മറുപടി. അതേസമയം കേസ് മാർച്ച് 15 മാറ്റിയതായും അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയും ഭരണകക്ഷിയായ DMK അധ്യക്ഷനുമായ MK സ്റ്റാലിന്റെ മകനാണ് ഉദയനിധി സ്റ്റാലിൻ. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഉദയനിധി സ്റ്റാലിൻ വിവാദ പ്രസ്താവന നടത്തിയത്. സനാതനധർമ്മം സാമൂഹ്യനീതിക്കും സമത്വത്തിനും എതിരാണെന്നും അത് ഉന്മൂലനം ചെയ്യണമെന്നും ആയിരുന്നു അദ്ദേഹം ആഹ്വാനം ചെയ്തത്. കൂടാതെ സനാതനധർമ്മം ഡെങ്കിപ്പനിക്കും മലേറിയയ്ക്കും സമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. നമുക്ക് ഇല്ലാതാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കൊതുകുകൾ, ഡെങ്കിപ്പനി, മലേറിയ, കൊറോണ ഇവയെല്ലാം നമുക്ക് എതിർക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അവയെ തുടച്ചു നീക്കണം. സനാതനവും ഇതുപോലെയാണ് എന്നായിരുന്നു ഉദയനിധിയുടെ വാക്കുകൾ. പരാമർശം വലിയ രീതിയിൽ തന്നെ വിവാദമായതോടെ ഇതിൽ വിശദീകരണവുമായും അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്തിട്ടില്ലെന്നും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണ് സനാതനധർമ്മം എന്നുമാണ് ഉദയനിധി അന്ന് മറുപടിയായി പറഞ്ഞത്. ഒരു തവണയല്ല, പലതവണ സനാതനധർമ്മത്തെ അപമാനിക്കുന്ന തരത്തിൽ ഉദയനിധി സ്റ്റാലിൻ സംസാരിക്കുകയുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉദയനിധിക്ക് നേരിടേണ്ടി വന്നിരുന്നു. പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും ഉദയനിധി സ്റ്റാലിൻ തന്റെ പ്രസ്താവനകൾ പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ സുപ്രീം കോടതി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഉദയനിധിയെ സംബന്ധിച്ചിടത്തോളം ഉദയനിധി സ്റ്റാലിൻ ഭരണഘടനാ പദവിയിൽ തുടരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ ഒരു വിഷയത്തിൽ ഉദയനിധിയുടെ പ്രസ്താവന സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ആഘാതം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ ഉദയനിധിയുടെ നിലപാട് വ്യക്തമാക്കുക മാത്രമല്ല, മറിച്ച് കടുത്ത വിമർശനം കൂടിയാണ് അദ്ദേഹം നടത്തുന്നത്. തന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുക എന്നതിനപ്പുറത്തേക്ക് സനാതനധർമ്മത്തെ തുടച്ചു നീക്കുക എന്ന തരത്തിലേക്കുള്ള ഒരു പ്രസ്താവന ഒക്കെ തന്നെ സനാതനധർമ്മ വിശ്വാസികളെ തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്നതാണ്. ഇതെല്ലാമാണ് കടുത്ത അതൃപ്തിയിലേക്കും വിവാദങ്ങളിലേക്കുമൊക്കെ നയിച്ചത്. ഉദയനിധിയെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിയായിരിക്കുന്ന വ്യക്തി എന്നത് മാത്രമല്ല, DMK പാർട്ടിയുടെ നേതാവായതുകൊണ്ടും തീർച്ചയായും അദ്ദേഹത്തിന്റെ വാക്കുകൾ ജനങ്ങളെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പൊതുവേദിയിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹം ബോധവാനായിരിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്ന ഒരാശയമാണ് സനാതനധർമ്മം. അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തെ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന ബാധിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ കോടതിയുടെ നിരീക്ഷണത്തിൽ പ്രകടമാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്തെന്നാൽ, കോടതി ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉദയനിധിയുടെ വാക്കുകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുകയും വിമർശനത്തിന് വഴിയൊരുക്കുകയും ചെയ്തിട്ട് പോലും അദ്ദേഹം തന്റെ പ്രസ്താവന തിരുത്തി പറയുകയോ മാത്രമല്ല ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം ഈ പ്രസ്താവന പിൻവലിക്കുകയോ ചെയ്തിട്ടില്ല. പ്രധാനമന്ത്രി പോലും ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഉദയനിധി സ്റ്റാലിൻ തന്റെ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു നിലപാടെടുത്തിട്ടില്ല. ഉദയനിധിയെ സംബന്ധിച്ചിടത്തോളം MK സ്റ്റാലിന്റെ മകൻ എന്നൊരു ഘടകം കൂടെ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മകനായതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷ വെക്കുന്ന ഒരു യുവ നേതാവ് കൂടിയാണ് ഉദയനിധി സ്റ്റാലിൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷം ചെയ്യുന്നതാണ്.
മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തമിഴ് സിനിമ എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു കരിയർ ഉപേക്ഷിച്ച് പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് മാത്രം ഇറങ്ങി വന്നൊരു വ്യക്തിയാണ് ഉദയനിധി സ്റ്റാലിൻ. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങളൊക്കെ വളരെയേറെ പ്രതീക്ഷ വെക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഉദയനിധി. അങ്ങനെ ഒരു നേതാവിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ, അതും ഇപ്പോഴും സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട്, അത്തരത്തിലൊരു വിഭാഗം ആളുകളെ തരം താഴ്ത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ തീർച്ചയായിട്ടും ആ ഒരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്നതാണ്, അവരെ തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നതുമാണ്. ഒരു വിഭാഗം ആളുകളെ തരം താഴ്ത്തുകയും മറ്റൊരു വിഭാഗത്തെ പ്രീതിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഉദയനിധി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്ന രീതിയിലാണ് പല വിലയിരുത്തലുകളും ഇപ്പോൾ നിലവിലുള്ളത്. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നേതാക്കളുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതാണ്. മാത്രമല്ല, ഉദയനിധിയെ പോലെ തന്നെ സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്നൊരു വ്യക്തിയാണ് ദളപതി വിജയ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം വലിയ രീതിയിൽ തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ചർച്ചാ വിഷയമായിരുന്നു. മാത്രമല്ല, ഉദയനിധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു എതിരാളി എന്നോണമായിരുന്നു വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. ഇത്തരത്തിൽ രണ്ട് സിനിമാ താരങ്ങൾ രാഷ്ട്രീയ നേതാക്കളായി മാറുകയും അവർ തമ്മിലൊരു പോരിലേക്കൊക്കെ വഴിവെക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ തമിഴ് രാഷ്ട്രീയത്തിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉദയനിധിയുടെ ഈ ഒരു പ്രസ്താവന കോടതി ഇത്തരത്തിൽ കടുത്ത രീതിയിൽ തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യം വിജയ്ക്ക് അനുകൂലമാകുന്ന ഒരു നിലയിലേക്കാണ് പോകുന്നത്.